എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് നേരത്തെ കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് നിങ്ങളിൽ നിന്ന് അകലുകയാണോ എന്നൊരു ഡൗട്ട്. ആ ഡൗട്ട് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ അവരുടെ ചില പെരുമാറ്റ രീതികൾ, അവരുടെ ചില നീക്കങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടൊന്ന് വിശകലനം ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ശ്രദ്ധയോടെ കേട്ടാൽ ഇനിയെങ്കിലും നിങ്ങളുടെ കുറേ സമയവും ഒരുപക്ഷെ നിങ്ങളുടെ കുറേ പണവും ഒക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. വെറുതെ പുറകെ നടന്ന് സമയം കളയണ്ട എന്നർത്ഥം. എൻ്റെ പേര് ഡോക്ടർ ടൈറ്റസ് പി വർഗീസ്, സെക്സോളജിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9447292886 94472928886. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. ആദ്യത്തെ പോയിന്റിലേക്ക് വരികയാണ്. അങ്ങനെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളോടുള്ള പ്രതികരണ രീതികൾ എന്ന് പറയുന്നത് ഒരു പകുതി മനസ്സോടെയാണ്. എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല, ഒഴുക്കം മട്ടിൽ. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും, പക്ഷേ ഒരു ഒഴുക്കം മട്ടിലാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് സംസാരിച്ചു തുടങ്ങുക. ആ വിഷയത്തിനുള്ള റിപ്ലൈ മാത്രമല്ല, മറ്റു പലതും, അതിൻ്റെ ചുറ്റുപാടുള്ള മറ്റു പലതും സംസാരിച്ച് വളരെ രസകരമാക്കുമായിരുന്നു നിമിഷങ്ങൾ മുമ്പ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഒരു പാതി മനസ്സോടെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള റിപ്ലൈകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങളിൽ നിന്ന് അവൾ അകലുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പണ്ടൊക്കെ നിങ്ങളോട് ഒരുപാട് കാര്യത്തെപ്പറ്റി ചോദിക്കുമായിരുന്നു. ആകാശത്തിന് കേട്ട് എന്തിനെപ്പറ്റിയും അവൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങളോട് അത്തരം ചോദ്യങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എന്തെങ്കിലും സാഹചര്യവശാൽ എന്തെങ്കിലും ചോദിച്ചാലായി, ഇല്ലെങ്കിലായി. അവൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള അറിവുണ്ട് എന്നുള്ളതല്ല, അവൾക്കറിയാനുള്ള കാര്യങ്ങൾ അവൾ മറ്റാരോടോ ഒക്കെയാണ് ചോദിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഇപ്പോൾ നിങ്ങളല്ല എന്നാണ് ചുരുക്കം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവളോട്, അവിടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ അവളിൽ നിന്ന് അത്യാവശ്യത്തിന് അറിയേണ്ട ഒരു അവസരം വന്നു എന്നിരിക്കട്ടെ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അവൾക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളാണ്. അത് ചിലപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒഫീഷ്യൽ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ടൂറിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മെറ്റീരിയൽ, എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കയ്യിലായിപ്പോയത് തിരിച്ചെടുക്കാൻ എന്തോ ആയിരിക്കാം. അപ്പം ഒരു ചുരുങ്ങിയ വാക്കുകളിലുള്ള റിപ്ലൈ, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്ന് പറയുന്ന ഒരു മുക്കലോ മൂളലോ ഒക്കെ ആയിരിക്കാം. ആക്ടിവിറ്റീസ് ആയിരിക്കാം. വാക്കുകൾ കുറച്ചിട്ട് ആക്ടിവിറ്റീസായിട്ട് അതങ്ങ് റിയാക്ട് ചെയ്യുകയായിരിക്കാം. അപ്പോഴോർത്തോളം അകലം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സിംഗിൾ ലൈഫിനെ പറ്റി വളരെ ഗ്ലോറിഫൈ ചെയ്ത് അവൾ സംസാരിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നിങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ അത്തരം ഒറ്റയ്ക്കുള്ള ജീവിതം, അതായത് ഏതൊരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്, സിംഗിൾ ലൈഫാണ് നല്ലത്. സ്റ്റഡീസിൽ മുന്നേറാനും ലൈഫിൽ ജോലി ചെയ്ത് മുന്നേറാനും ഒക്കെ ഒറ്റയ്ക്കുള്ള സിംഗിൾ ലൈഫാണ് നല്ലതെന്നുള്ള രീതിയിൽ അവൾ ചിലപ്പോൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കേട്ടോട്ടെ എന്നുള്ള രീതിയിൽ അത്തരം വിഷയങ്ങളിലേക്ക് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അവൾ ടോക്കിനെ മാറ്റുന്നുണ്ടാവാം ഫ്രണ്ട്സിനിടയ്ക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള സംസാരം അവളിൽ നിന്ന് കേൾക്കാനിടയായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൾ നിങ്ങളിൽ നിന്ന് അകലുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവൾ ഒരുപാട് ദൂരെയാണ്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ മറ്റുള്ളവരോട് വളരെ ചിരിച്ച് കളിച്ച് തമാശ പറയുക, ഒരുപക്ഷെ ഫ്ലർട്ട് ചെയ്യുന്ന അനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ നിൽക്കെ തന്നെ മറ്റുള്ളവരോട് വളരെ ക്ലോസ് ആയിട്ടുള്ള സംസാര രീതികൾ, തമാശ പറയുക, ഉച്ചത്തിൽ ചിരിക്കുക. അതിനർത്ഥം നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇല്ലെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അവൾ ഹാപ്പിയാണ് എന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കാനും കൂടിയാണത്. അപ്പോൾ ഓർത്തുകൊള്ളുക, വളരെ ബുദ്ധിപരമായ നീക്കമാണ്. എന്തായാലും നിങ്ങളിൽ നിന്ന് അവൾ അകലുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അകന്ന് കഴിഞ്ഞു. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുമിച്ചായിരുന്ന സമയത്ത്, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത വാഹനങ്ങൾ, അല്ലെങ്കിൽ ഒരുമിച്ചായിരുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ച ചില വാക്കുകൾ, ചില തമാശകൾ, അല്ലെങ്കിൽ ചില റൊമാൻറ്റിക് നീക്കങ്ങൾ, ചിലപ്പോൾ ഒരു കിസ് കൊടുത്തതാവാം, അല്ലെങ്കിൽ കിസ് നിങ്ങൾക്ക് കിട്ടിയതാവാം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, പ്രണയാതുരമായ ചില നിമിഷങ്ങൾ, കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ, അവൾ പറഞ്ഞ ചില കാര്യങ്ങൾ, വാക്കുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ അവളത് ഓർക്കുന്നു പോലുമില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചു കളയും. അപ്പോഴേ ഓർത്തോളുക, അവളത് സത്യത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട ഒരു പോയിന്റാണ്. നിങ്ങളിൽ നിന്ന് അവൾ അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത ഏഴാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വെറുതെ അവളോട് ചോദിക്കുകയാണ്,
നാളെ വൈകുന്നേരം ഫ്രീ ആണോ, ഈവനിങ്ങിൽ ഫ്രീ ആണോ, അല്ലെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളൊന്ന് ഞടുങ്ങും. എങ്ങനെ റിപ്ലൈ പറയണമെന്ന് ഒന്ന് പരിങ്ങിയിട്ട് പെട്ടെന്ന് അവൾ റിപ്ലൈ ചെയ്യും, ഞാൻ എൻഗേജ്ഡ് ആണ് എന്നുള്ള രീതിയിൽ. സത്യത്തിൽ അങ്ങനെയൊന്നും ആവണമെന്നൊന്നുമില്ല. അവൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചായിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അവൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിജ്ഞാർത്ഥം. അടുത്ത 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ നല്ല കുറച്ച് കാര്യങ്ങൾ, നല്ലൊരു കാര്യം ചെയ്തു എന്നിരിക്കട്ടെ. ചിലപ്പോൾ അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമാവാം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ളതാവാം, എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് നിങ്ങൾ നേടിയെടുത്താവാം. അത് ചിലപ്പോൾ പഠിത്തത്തിലാവാം, ആർട്സിലാവാം, സ്പോർട്സിലാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് കിട്ടതാവാം, ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് മറ്റാൾക്കാർ നിങ്ങളെ വല്ലാതെ അപ്രിഷ്യേറ്റ് ചെയ്തൊരു സംഭവമാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തതാവാം, പലതും ആവാം. എല്ലാവരും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവളിൽ നിന്ന് ഒരു നല്ല വാക്ക്, ഒരു അപ്രിസിയേഷൻ കിട്ടണമെന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടാവുന്നതേയില്ല. അവളത് അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കുന്നില്ല. എല്ലാവരും വന്ന് നിങ്ങളെ വന്ന് അഭിനന്ദിക്കുന്നു, പക്ഷെ അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകുന്നില്ല. അഥവാ ഉണ്ടായാലും ഒരു തണുത്ത പ്രതികരണം പോലെ, ഒരു തണുത്ത അഭിനന്ദനം പോലെ അങ്ങ് ഒഴുക്കമട്ടിൽ ഇങ്ങ് വന്നു പോവുകയാണ്. പിന്നെ അടുത്ത 9ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പണ്ടൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് വളരെ ചേർന്ന് നിന്നായിരുന്നു സംസാരിക്കുന്നത്. നിങ്ങളുടെ ബോഡിയുമായിട്ട് വളരെ ചേർന്ന് നിന്നായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ നമ്മളെ തിന്നാൻ വരുന്ന പോലെ ആയിരിക്കും, ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടാണ്, ദേഷ്യം കൊണ്ടല്ല. വളരെ അടുത്തും സംസാരിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു ചമ്മൽ തോന്നും. കുറച്ച് അകത്ത് നിന്ന് സംസാരിക്കുമെന്ന് നമുക്ക് പറയാൻ തോന്നും, മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, വളരെ അകന്ന് നിന്നാണ്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് സംസാരിക്കുക. അപ്പം അങ്ങനെയുള്ള ചില രീതികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അടുത്ത 10ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മാത്രമായിട്ടുള്ള ചില അവസരങ്ങൾ ബുദ്ധിപൂർവ്വം അവൾ ഒഴിവാക്കുകയാണ്. നിങ്ങൾ മാത്രമായിട്ടുള്ള അവസരങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ഓഫീസിലേക്ക്, ഒരു സ്പേസിലേക്ക് അവൾക്ക് വരേണ്ട ഒരു കാര്യമുണ്ടെന്നിരിക്കട്ടെ, വളരെ ബുദ്ധിപരമായിട്ട് അവിടെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ കൂട്ടും കൂടെ ഒറ്റയ്ക്ക് വരാനുള്ള അവസരങ്ങൾ അവൾ ഒഴിവാക്കി കളയും ബുദ്ധിപൂർവ്വമായിട്ട്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചില നീക്കങ്ങളാണ്. അവളും നിങ്ങളും മാത്രമായിട്ടുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അർത്ഥം. അടുത്ത 11ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, സാരമില്ല. നമ്മൾ അവിടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതേ ഉണ്ടാവും. മറ്റുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതിന് റിപ്ലൈ തരുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവളിൽ നിന്നൊരു റിപ്ലൈ കിട്ടണമെന്നാണ്. അവളിൽ നിന്നൊരു വാക്ക് കിട്ടിയാൽ ഒരുപക്ഷെ നമുക്കൊരു സന്തോഷമായിരിക്കും, പക്ഷെ അത് ഉണ്ടാകുന്നേ ഇല്ല. അവളത് കേൾക്കുന്നേ ഇല്ല. ഞാൻ ഈ ലോകത്തൊന്നും അല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നു പോവുകയാണ്. അപ്പോഴേ ഉറപ്പിച്ചോളുക, നിങ്ങളുടെ ആ ബന്ധം ശരിക്കും പൊട്ടലിൻ്റെ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത 12ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു നല്ല കോമഡി പറഞ്ഞു, എല്ലാവരും ചിരിച്ചു, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലൂടെ ആയിരിക്കാം സംസാരിച്ചത്, പക്ഷെ നല്ല സ്റ്റാൻഡേർഡുള്ള കോമഡിയാണ്. പക്ഷെ അവൾ ചിരിച്ചില്ല എന്ന് മാത്രമല്ല, അവൾ ഒരു അനക്കം പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോയി. അവളുടെ ഉള്ളിൽ നിങ്ങളോട് നല്ല കലിപ്പുണ്ട്, നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കോമഡിക്ക് ചിരിക്കാൻ എന്നെ കിട്ടില്ലടാ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം അവളുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമില്ല. നമുക്ക് അടുപ്പമുള്ള സ്നേഹമുള്ള ആൾക്കാർ ഒരു ചെറിയൊരു തമാശ ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ ആ പറയുന്ന വ്യക്തിയോടൊരു അടുപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കെ ചിരിക്കാനൊക്കെ തോന്നും, അല്ലേ? ആ വ്യക്തിയോടൊരു അടുപ്പം കൂടെയാണ്. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ അറിയാം, നമുക്ക് വളരെ അടുപ്പമുള്ളൊരു നടൻ, അല്ലെങ്കിൽ എല്ലാവർക്കും അടുപ്പമുള്ളൊരു നടന് മനസ്സുകൊണ്ടാണ് ഒരു കോമഡി ചെയ്യുമ്പോൾ നമുക്ക് അയാൾ ചെയ്ത നേരത്തെയുള്ള കോമഡി സീനൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ കോമഡി ചെയ്യുമ്പോൾ നമ്മൾ ആർത്ത് ചിരിക്കാണ്. പക്ഷെ പുതിയൊരാൾ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ചിരി വരത്തില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് ഇവിടെ. നിങ്ങളും അവളും തമ്മിൽ നല്ല റിലേഷനിലായിരുന്നു. പണ്ട് നിങ്ങൾ പറയുന്ന പല തമാശകൾക്കും പല കോമഡികൾക്കും അവൾ ആർത്ത് ചിരിച്ചിട്ടുണ്ട്, അല്ലേ? അതേപ്പറ്റിയൊക്കെ രാത്രി ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ പലതവണ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതേ നിങ്ങൾ തന്നെ, നിങ്ങളുടെ കോമഡി സെൻസ് ഒന്നും കുറഞ്ഞു പോയിട്ടില്ല, ഹ്യൂമർ സെൻസ് ഒന്നും കുറഞ്ഞു പോയിട്ടില്ല. പക്ഷെ ഇപ്പം നിങ്ങളൊരു കോമഡി പറയുമ്പോൾ ഒരു ഫേക്കായിട്ടുള്ള ചിരിയാണ്, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ചിരിയല്ല. അതൊരു ചിരി പോലും അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമുള്ള രീതിയിൽ, അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കിയുള്ളൊരു ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പളിച്ച ചിരിയിൽ അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ അടുത്ത 13ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവൾക്ക് നിങ്ങളോട് എന്തെങ്കിലും കാര്യം ചോദിച്ചറിയാനുണ്ട്, അത്യാവശ്യമായിട്ട് ചോദിച്ചറിയാനുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും ഫോൺ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കാര്യമായിരിക്കാം, ഫ്രണ്ടിൻ്റെ കാര്യമായിരിക്കാം, എന്തുമായിക്കോട്ടെ, എന്തെങ്കിലും ഒഫീഷ്യൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അൺഒഫീഷ്യലായിട്ട് കാര്യം എന്തുമായിക്കോട്ടെ, നേരിട്ട കാര്യത്തിലേക്ക് ഫോൺ വിളിക്കും, നേരിട്ട കാര്യത്തിലേക്ക് അങ്ങ് പോവാണ്. ഒരു ഇൻട്രഡക്ഷൻ ഒന്നും പറയാതെ, സുഖമാണോ എന്ന് പോലും ചോദിക്കാതെ, എന്തുകൊണ്ട് വിശേഷം എന്ന് പോലും ചോദിക്കാതെ കറക്റ്റ് ആ മാറ്ററിലേക്ക് മാത്രം അങ്ങ് പോവാണ്. പക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഒരു കാര്യം ചോദിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്കാണ് ഒക്കെ ചോദിക്കുക. പക്ഷെ ഇപ്പോഴേ അങ്ങനെയല്ല,
കറക്റ്റ് ആ മാറ്ററിലേക്ക് അങ്ങ് ജമ്പ് ചെയ്ത് ചോദിക്കുകയാണ്, ഫോണിലൂടെ ആയാലും നേരിട്ടായാലും. അപ്പോൾ ഉറപ്പിച്ചോളുക, അകലം കൂടുകയാണ്. അകലം കൂടി കഴിഞ്ഞു. പഴയ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഊഷ്മളതയൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത 14ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇപ്പോൾ അവൾ മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ ബ്ലെയിമിങ്ങിന്റെ രീതിയിലാണ് എല്ലാം ചെന്ന് അവസാനിക്കുക. എന്ത് പറഞ്ഞാലും ഒരുതരം ബ്ലെയിമിങ്. പണ്ടങ്ങനെ ആയിരുന്നില്ല. നമ്മളോർക്ക് ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇത്രയൊക്കെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമുണ്ട്. 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു. പക്ഷെ തുടർച്ചയായിട്ട് ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം മനസ്സുകൾ തമ്മിൽ അകന്നു കഴിഞ്ഞു. അത് തന്നെയാണ് കാരണം. അടുത്ത 15ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരു അബദ്ധം ഉണ്ടായി, പെട്ടെന്ന് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കണ്ടിട്ടില്ല. കാരണം നേരത്തെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മിസ്റ്റേക്കുകളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഒരു വേറെ രീതിയിലാണ്, വളരെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ട്. ഇപ്പോൾ വളരെ റോഡായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യരോട് സംസാരിക്കുന്ന പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ള ഓർത്തോടുക നിങ്ങളും അവളും. പക്ഷെ ഇപ്പോഴത്തെ സംസാരം കണ്ടു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട് തട്ടിക്കയറി സംസാരിക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പോവും, കാണുന്നവർ തന്നെ ഞെട്ടിപ്പോവും. ഉറപ്പിച്ചോളുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വല്ലാത്തൊരവസ്ഥയിലാണ്, പൊട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്ത 16ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മറ്റാൾക്കാരോട് കണക്ട് ചെയ്താണ് പറയുക. എന്താ, അവൾക്ക് മറ്റാൾക്കാരോട് അടുപ്പമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കാനുള്ളൊരു ശ്രമം പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും. അത് മനഃപൂർവ്വമാണ്. കാരണം എനിക്ക് താൻ മാത്രമല്ലടോ, വേറെ ആൾക്കാരോട്ടും കണക്ഷൻസും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയം വളരെ വിപുലമാണ്, വളരെ വൈഡാണെന്നൊക്കെ നമ്മളെ ബോധിപ്പിക്കാനുള്ള ശ്രമം കൂടി ആയിരിക്കാം ചിലപ്പോൾ. അത് നമ്മുടെ റിലേഷൻ, നമ്മുടെ പ്രണയം തകർച്ചയിലാണെന്ന് തന്നെയാണ് ഈ വക കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ അടുത്ത 17ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മുടെ ലവർ അവരുടെ കൂടെ നമുക്ക് പരിചയമില്ലാത്ത അവരുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണുമ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് അവൾക്കൊപ്പം അപരിചിതരായ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവരെ നമുക്ക് അവൾ പരിചയപ്പെടുത്തി തരുന്നതേയില്ല. കാരണം അവൾ അതിനെ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളുമായിട്ട് ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ്, ഒരുമിച്ചുള്ളൊരു ജീവിതം അവൾ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ അവൾക്ക് അടുപ്പമുള്ളവരെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ ബുദ്ധിപരമായൊരു നീക്കം തന്നെയാണ്. കാരണം ഫ്യൂച്ചറൊക്കെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണത്. അടുത്ത 18ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും അവളോടൊരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. ആ ഒരു പഴയ പ്രണയത്തിന്റെ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ഊഷ്മളതയൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് അവൾ സ്വയം അങ്ങ് അഭിനയിക്കുകയാണ്. അവൾക്ക് നമ്മളോട് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ഇഷ്ടം അവൾ തിരിച്ചറിയുന്നില്ല എന്ന് സ്വയം അഭിനയിച്ച് കാണിക്കുന്ന രീതിയിലേക്കൊക്കെ അവൾ പോവാണ്. കാരണം അവളത് അറിയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു അറിയാത്ത ഭാവം നടിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ടെന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ പ്രേമം എന്ന് പറയുന്നത് ബ്രോക്കണായ ഒരു തലത്തിൽ തന്നെയാണ്. അടുത്ത 19ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം അവൾക്ക് നമ്മളോട് താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരു കാലത്ത് നമ്മളും അവളും തമ്മിൽ നല്ല റിലേഷനിലായിരുന്നു. ആ റിലേഷനിലുള്ള മൂമെന്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ കൊതിയോടെ കൊണ്ടു നടന്ന നിമിഷങ്ങളായിരുന്നു. പക്ഷേ ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ആ നിമിഷങ്ങളിൽ അവൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല എന്നുള്ളത് നമ്മളെ ബോധിപ്പിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് വളരെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ വലിയ ആന ചേന എന്നൊക്കെ പറയുമ്പോൾ അവള് അതിനെയൊക്കെ വെറും നിസ്സാരമായിട്ട് അങ്ങ് തള്ളിക്കളയുന്ന രീതിയിലുള്ള സംസാര രീതികളാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ഞെട്ടൽ വരത്തുള്ളൂ. അവളായിരുന്നല്ലോ ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പം അവളത് എന്താ പറയുക, ഓർക്കുന്ന പോലും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ നിസ്സാരമാക്കി സില്ലിയായിട്ട് തള്ളിക്കളയുമ്പോൾ ഓർത്തോളുക, ഇപ്പോൾ നമുക്ക് അവൾ കൽപ്പിച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത് തുച്ഛമാണ്. പിന്നെ അടുത്ത 20ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പണ്ടൊക്കെ എന്ന് പറയുന്നത് വ്യക്തിപരമായ അവിടെ കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമ്മളോട് വല്ലാതെ ഷെയർ ചെയ്യുമായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നമ്മളോർക്ക് എന്തിനാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത്, എന്തിനാണ് നമുക്ക് കേട്ടിട്ട് യാതൊരു ഉപകാരമില്ലാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ചിലപ്പോൾ അവിടെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വന്നതായിരിക്കാം, അവരുടെ കൊച്ചു കുട്ടികളുടെ കാര്യങ്ങളായിരിക്കാം, അവർക്ക് ഉടുപ്പ് വാങ്ങിയ കാര്യങ്ങളായിരിക്കാം, ഡ്രസ്സ് വാങ്ങിയ കാര്യങ്ങളായിരിക്കാം, അവർ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അവരുടെ വീട്ടിലെ കിച്ചണിൽ ഉണ്ടാക്കിയ കാര്യങ്ങളായിരിക്കാം, അങ്ങനെ ഡിഷസ് അവർ കഴിച്ച കാര്യങ്ങളായിരിക്കാം. സത്യത്തിൽ ഇതൊന്നും നമ്മളോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അന്ന് നമ്മൾ സഹി ഇട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇപ്പോൾ അവളുടെ പേഴ്സണലായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നില്ല, പറയുന്നുമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ ഓർക്കും, അവരുടെ വീട്ടിൽ ഇപ്പോൾ ആരും വരുന്നില്ലേ, അവിടെ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ അവളുമായിട്ട് അത്ര അടുപ്പമില്ലേ, ഇപ്പോൾ അത്തരം മൊമെന്റ്സുകളൊന്നും അവിടെ ലൈഫിൽ ഇല്ലേ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ സംശയിക്കും. പക്ഷെ സത്യമൊന്നുമില്ല, അവിടെ ലൈഫിൽ സന്തോഷകരമായ മൂമെന്റ്സ്, നിമിഷങ്ങൾ, കാര്യങ്ങൾ, എൻജോയ്മെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക.
അടുത്ത 21ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പണ്ടൊക്കെ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും വിളിക്കുക ചെയ്യുക, ഫോൺ വിളിക്കുകയാണ് ചെയ്യുക, പെട്ടെന്ന് ഡയലി ഫോൺ ചെയ്യുകയാണ് ചെയ്യുക. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഒട്ട് വെക്കത്തില്ല, അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു ജോലി ചെയ്യായിരിക്കും, ആ സമയത്തായിരിക്കും അവള് വിളിക്കുക. അപ്പൊ വിളിച്ച് നമ്മളെയൊക്കെ ബോറടിപ്പിക്കും. നമുക്ക് ബോറടി അല്ല ആ സമയത്ത് തോന്നിയിട്ടുള്ളത്, നമ്മുടെ പ്രണയിനി ആയതുകൊണ്ട് നമ്മൾ ഓരോന്നും കേട്ടിരുന്ന് നമ്മൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അന്ന് നമുക്കറിയാം മെസ്സേജുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ട് ചെയ്യാറുള്ളൂ. എപ്പോൾ തോന്നുന്നു അപ്പം വിളിക്കുകയാണ്, മെസ്സേജില്ല, ഓൺലി കോൾസ്. പക്ഷെ ഇപ്പോൾ അത് നേരെ തിരിച്ചിട്ട് വളരെ അപൂർവമായിട്ട് വിളിക്കാറുണ്ട്, വിളിക്കുന്നതേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് മാത്രമല്ല, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ 1-2 വാക്കുകളിൽ, ചിലപ്പോൾ പണ്ട് മലയാളത്തിലായിരിക്കാം മെസ്സേജ് ചെയ്യുന്നത്, നീട്ടി പിടിച്ച 1.5 മീറ്റർ നീളമുള്ള മെസ്സേജൊക്കെ ആയിരിക്കും അന്ന് മലയാളത്തിൽ ചെയ്യുന്നത്. അപ്പം മലയാളത്തിലാകുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടെ ഹ്യൂമറസ് ആയിട്ടും കോമഡി ആയിട്ടും അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഒരുപക്ഷെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ അവൾക്കത് കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്നിപ്പോൾ ഇംഗ്ലീഷിൽ 1-2 വാക്കുകൾ കൊണ്ട് ഐഡിയ ഒതുക്കുകയാണ്. കാരണം നമ്മൾ ചോദിച്ചതിന് എന്തെങ്കിലും റിപ്ലൈ ആയിരിക്കാം, റിപ്ലൈക്ക് അവൾക്ക് വേണമെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കാമായിരുന്നു, പക്ഷെ വിളിക്കാതെ 1-2 ഇംഗ്ലീഷ് വേർഡ്സിന്റെ മെസ്സേജുകളിൽ കാര്യങ്ങളെ ഒതുക്കുകയാണ്. അപ്പോഴേ ഓർത്തോളൂ, അകലുകയാണ്, അകന്നു കഴിഞ്ഞു. അടുത്ത 22ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പണ്ടൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളും ആ പെൺകുട്ടിയും ഒരുമിച്ചുള്ള ലൈഫിനെ കുറിച്ചുള്ള ഒരുപാട് സംസാരങ്ങള്, പ്ലാനും പദ്ധതി എന്നൊക്കെ പറയില്ലേ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ള ചില പ്ലാനും പദ്ധതികളൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം. അത് വളരെ പ്രാക്ടിക്കൽ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇത്ര ബുദ്ധിയുള്ള ആളാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അത്തരം തോന്നലുകളിൽ അവളോട് ചിലപ്പോൾ റെസ്പെക്റ്റും തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് സംസാരിക്കുന്നേ ഇല്ല. കാരണം അവൾക്ക് അവളുടേതായ വേറിട്ടൊരു ഫ്യൂച്ചറിന്റെ ചിന്തകളിലാണ് അവള്. നമ്മൾ ഒന്നിച്ചൊരു ഫ്യൂച്ചർ അവള് ആഗ്രഹിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അത് നമ്മൾ വളരെ നോക്കിയും കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ വിലപ്പെട്ട സമയവും പണവും ഒന്നും അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഇനി കളയണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അടുത്ത 23ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം പറഞ്ഞു, പക്ഷെ സത്യത്തിൽ അത് ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് നമ്മളോട് ഒരു അഗ്രസീവായിട്ടുള്ള ഒരു നേച്ചറിൽ അങ്ങ് ഇടപെടുക, വളരെ കലുഷിത ഒരു ദേഷ്യഭാവത്തിലൊക്കെ നമ്മളോട് ഇടപെടുകയാണ്. ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന ഓർത്തില്ല, നമ്മളോട് തെറിയൊന്നും പറഞ്ഞില്ല, പക്ഷെ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ നമ്മളോട് കയർത്ത് സംസാരിക്കുന്ന രീതി. ശരിക്കും നമ്മളോട് പണ്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു. അഥവാ നമ്മളോട് കയർത്തിലൂടെ ഉടനെ തന്നെ സോറി പറഞ്ഞു. ഇപ്പം കയർത്തും എന്ന് മാത്രമല്ല, ഒരു സോറി ഒന്നും പറഞ്ഞില്ല, ആ വഴിക്ക് പോവുകയും ചെയ്തു. അടുത്ത 24ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പണ്ട് നമ്മളോടൊപ്പം വൈകുന്നേരങ്ങളിൽ കറങ്ങുക, അല്ലെങ്കിൽ സമയം ചെലവഴിക്കുക, കോഫി ഹൗസിൽ അല്ലെങ്കിൽ അവിടെ ബീച്ചിലാവാം, പാർക്കിലാവാം, ഒരുമിച്ചുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരവുമില്ല, കാര്യങ്ങളുമില്ല, ഒന്നുമില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അവൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്നാണ് നമുക്ക് സംശയം. അത് ഓർപ്പിച്ചോളൂ. നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിനെ ചേർത്ത് വെക്കാവുന്നതാണ്. ശരിക്കും അകലം കൂടുന്നതിന്റെ, ആ ഒരു മനസ്സുകൾ തമ്മിൽ അകലുന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് അതൊക്കെ. അടുത്ത 25ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, പണ്ട് നിങ്ങൾ വളരെ നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ അവള് വളരെ ശ്രദ്ധിക്കുമായിരുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ഹെയർ സ്റ്റൈൽ പോലും അവൾക്ക് അഭിനന്ദിക്കാനുള്ളൊരു വിഷയമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ നടന്നാലും എന്തായാലും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകും. നമ്മൾ ഇത്രയും നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടും ഒരു വാക്ക് പറയുന്നില്ലല്ലോ, ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നോ നമ്മൾ ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഓർത്തോളാം, മനസ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ഹൃദയങ്ങൾ തമ്മിൽ അകന്നു കഴിയുമ്പോൾ ഇത്തരം വാക്കുകളൊക്കെ കുറയും. അവൾക്ക് അതൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്താലും, നിങ്ങൾ എങ്ങനെ നന്നായി നടന്നാലും അതൊരു വലിയ വിഷയമായിട്ട് അവൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അടുത്തത് 26ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവള് മറ്റ് ബോയ്സുമായിട്ട്, മറ്റ് ചെറുപ്പക്കാരുമായിട്ടൊക്കെ സംസാരിച്ചതിനെയും പരിചയപ്പെട്ടതിനെയും പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ അവൾ മറ്റുള്ളവരോട് പറയുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളല്ലാതെയും എനിക്ക് വേറെ ബോയ്സുമായിട്ട് മറ്റ് ചെറുപ്പക്കാരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലും കൂടിയാണത്. പണ്ട് അഥവാ ഇനി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ നിങ്ങളെ ഹർട്ട് ചെയ്യേണ്ടെന്ന് അങ്ങനെ ഓപ്പണായിട്ട് പറയില്ലായിരുന്നു. അതൊരു വലിയ വിഷയവുമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴ് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അവരുടെ സൗഹൃദ ബന്ധങ്ങൾ, അവരുടെ ബോയ്സുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളും കൂടെ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർപ്പിച്ചോളുക, നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അടുത്ത 27ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവില്ലേ. എന്തൊക്കെയായാലും മനുഷ്യരല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരിക്കേണ്ടി വരുമല്ലോ. അവൾ പെട്ടെന്ന് ബോറടിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ പ്രണയത്തിന്റെ സ്പാർക്ക് ഉണ്ട്.
ആ ഒരു ഇഷ്ടത്തിന്റെ സ്പാർക്ക് കിടപ്പുണ്ട്. പക്ഷെ അവൾ പെട്ടെന്ന് ബോറടിക്കാണ്. ഫോണിൽ സംസാരിക്കാൻ അപ്പുറത്ത് കോട്ടുവായിടുന്ന ശബ്ദം നമ്മൾ കേൾക്കാം. നിങ്ങൾ സംസാരിച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അപ്പുറത്ത് കോട്ടുവായിടുകയാണ്. ചിലപ്പോൾ കോട്ടുവ അവളുടെ ബോറിങ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയും ഒരു സാധ്യത കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സംസാരം അവൾ എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പ്രണയം എന്നുള്ളൊരു സാധനം അവളുടെ മനസ്സിലില്ല എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത 28ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയോട്ട് അടുപ്പത്തിലായിരുന്ന സമയത്ത് അവൾ വളരെ അടുത്തുനിന്ന് സംസാരിക്കും. ചിലപ്പോൾ തോളി കൈവിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ തോളി കൈവിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കവിളി തട്ടി സംസാരിക്കും. വളരെ ഇരുന്നാലും വളരെ ചേർന്നിരിക്കും. ശരിക്കും അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ സ്ഥലം ഉണ്ടായിരിക്കും. പക്ഷെ പണ്ടൊക്കെ വളരെ ചേർന്നിരുന്ന് മുട്ടിയിരുന്ന് സംസാരിച്ച പെൺകുട്ടി ഇപ്പം നമ്മളുമായിട്ട് സംസാരിക്കാൻ അവസരം വരുമ്പോൾ അകലം കീപ്പ് ചെയ്യാണ്. ഫിസിക്കലി തന്നെ അകലം കീപ്പ് ചെയ്യണം. ഇപ്പം പണ്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ 2 സൈഡിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാം അല്ലേ. പക്ഷെ കൂടുതൽ അടുപ്പം ആയിക്കോട്ടെ എന്ന് കണ്ട് ഒരേ സൈഡിൽ തന്നെയുള്ള ചേഴ്സിലിരുന്ന് സംസാരിച്ചിട്ടുണ്ടാകും. വളരെ അടുത്ത് മുട്ടിയിരുന്ന് സംസാരിച്ചിട്ടുണ്ടാകും. എത്രത്തോളം ഫിസിക്കലി അടുത്തിരിക്കാമോ അത്രത്തോളം അടുത്തിരിക്കാനായിരിക്കാം അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോഴെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ വളരെ ഒരു അപരിചിത ഭാവത്തിൽ അകന്ന് തന്നെ മാറിയിരുന്ന് സംസാരിക്കുന്ന രീതി, അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഇതെന്ത് പാർട്ടിയാണ്? പക്ഷെ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് മനസ്സുകൊണ്ട് അവൾ അകന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ശരീരം കൊണ്ടും അകന്നു നിൽക്കുന്നത് അല്ലേ. മനസ്സിന്റെ അകലവും ശരീരത്തിന്റെ അകലവും ഏതാണ്ട് ഒരേ തലത്തിൽ തന്നെ നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും കുറെ പോയിന്റ്സുകൾ നമ്മൾ സംസാരിച്ചു, കുറെ ടിപ്സുകൾ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇത്രയും സംസാരിച്ചത് നിങ്ങൾ ഇനി സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രണയിനെ നിങ്ങളോട് അകലുകയാണോ, അതോ ഈ പ്രണയബന്ധം ഒരു മരവിച്ച അവസ്ഥയിലാണോ, കൂടുതൽ അടുക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ സ്വയം കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, പണം വിലപ്പെട്ടതാണ്, നമ്മുടെ വ്യക്തിത്വം വിലപ്പെട്ടതാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ഒരു തലത്തിലേക്ക് നീങ്ങുന്നെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആ റിലേഷൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവരുടേതായ ഫ്രീഡം ഉണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ കയറി അറ്റാക്ക് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മളോടൊരു വ്യക്തി അകലുകയാണോ അടുക്കുകയാണോ അകലം കീപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള ചില മുൻകരുതലുകൾ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതിയാവും.